ഐ.ടി., ഇലക്ട്രിക്കല്, മെക്കാനിക്കല് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഏകദേശം 527ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നത്തെ റാങ്ക് ലിസ്റ്റ് ഏകദേശം 1040ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഇനി എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഓൾറെഡി ഒരു കേസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഹൈക്കോടതിയിൽ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എനിവേ ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ 2020 KWA ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി നമ്പർ 211/2020 ആയിരുന്നു. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ. ഇത് പ്രീവിയസ് സ്കെയിൽ ഓഫ് പേ ആണ്. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ 88 വേക്കൻസീസ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 19 തൊട്ട് 36 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞ എന്താ? പാസ് ഇൻ SSLC പ്ലസ് NTC ഇൻ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അവിടെ ഹൈക്കോടതിയിൽ എന്താ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, PSCക്ക് അവിടെ ഹയർ ക്വാളിഫിക്കേഷൻസ് എലിജിബിൾ ആണോ അല്ലയോ എന്നില്ലാരും PSC അവിടെ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അത് ആ ഒരു രീതിയിലുള്ള ജഡ്ജ്മെന്റ് ആണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലിപ്പം ഓപ്പറേറ്ററിന്റെ കേസിൽ കഴിഞ്ഞ പ്രാവശ്യം ബിടെക്കും ഡിപ്ലോമ എല്ലാവരും റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോ അവർ കുറെ പേര് ITIക്കാര് കുറെ പേര് കേസിന് പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നുന്നത് PSC എന്ത് ചെയ്യണം, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുന്നേ തന്നെ ITക്കാർക്ക് മാത്രമാണെങ്കിൽ IT മാത്രമാണ് ക്വാളിഫിക്കേഷൻ, ഹൈ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻസ് ഇന്നെലിജിബിൾ ആണെന്നുള്ള രീതിയിൽ അവിടെ പറയണമായിരുന്നു. അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എവിടെയും പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ആ ഒരു രീതിയിലാണ് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുന്നേ തന്നെ എന്താ അവര് കൃത്യമായിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള രീതിയിൽ, PSCയുടെ സ്റ്റാൻഡിൽ നിന്ന് അവരുടെ സ്റ്റാൻഡ് എടുക്കണം എന്നില്ല. അവർ ഇതുവരെ അങ്ങനെ വരാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് എലിജിബിൾ ആണെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ജഡ്ജ്മെന്റ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2020 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2022 എക്സാം കണ്ടക്ട് ചെയ്തിട്ട് 2022 ഫെബ്രുവരിയിൽ സെപ്റ്റംബർ 2 ഇന്ത്യ 2022 അവിടെ ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നു. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഏകദേശം 1000 മേലെ കാൻഡിഡേറ്റ്സിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നില്ല നമുക്ക് നോക്കാം. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 44.67 മാർക്കാണ് എന്തിരിക്കുന്നത് അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. 44.67. ഇതെന്താ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ OMR എക്സാമിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും എന്താ റാങ്ക് ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. 2023 ഫെബ്രുവരി മാസം എന്ത് ചെയ്തു, അവിടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ടോപ്പ് മാർക്ക് എന്ന് പറഞ്ഞാൽ 82.33 മാർക്കാണ് ടോപ്പ് മാർക്കായിട്ട് അവിടെ വന്നിട്ടുള്ളത്. അതിൽ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏകദേശം 1051 ആൾക്കാരെയാണ് അവർ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 44.67 മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 2023 ഫെബ്രുവരി മാസമാണ് എന്ത് ചെയ്തേക്കുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത്. അപ്പൊ 3 വർഷം എന്ന് പറയുമ്പോൾ 2026 ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ ഈ റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 18/8/2025 അപ്പൊ 18/8/2025 അഡ്വൈസർ പ്രകാരം അവിടെ 3 ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് അതിൽ ഇതുവരെ മൊത്തത്തിലാകെ 79 NJDs മാത്രമേ പോയിട്ടുള്ളൂ. ഈ 527 വെറും 79 NJDs മാത്രമേ പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും വേക്കൻസീസ് അവിടെ നിലവിൽ വന്നിട്ടുണ്ടാവും. അതുകൂടാണ്ട് കുറെ പേരൊക്കെ എന്താ ഈ ഒരു ഓപ്പറേറ്റർ പോസ്റ്റിലൊക്കെ കിട്ടിയ കുറെ പേരൊക്കെ എന്താ നമ്മളുടെ KCB സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതുകൂടാണ്ട് മെക്കാനിക്കൽ ഇപ്പൊ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതേപോലെ AMV ആയിട്ടും അങ്ങനെ കുറെ പേര് പോയിട്ടുണ്ട്. അതുകൊണ്ടാക്കാം ഈ ഒരു വേക്കൻസീസിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 ഫെബ്രുവരി മാസം വരെയാണ് വാലിഡിറ്റി. അപ്പൊ ഇപ്പോഴത്തെ കേരള PSCയിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് എന്താ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ ഒക്കെ അഡ്വൈസ് പുതിയതായിട്ട് റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി കഴിയുന്നതിന് മുന്നേ തന്നെ എന്താ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന ട്രെൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇനിയിപ്പം 2025 ഇപ്പൊ അവസാനിക്കാൻ വേണ്ടി പോവാണ് അല്ലെ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2025 അവസാനത്തോടുകൂടി എന്ത് ചെയ്യാം, 2025 അവസാനം ഒരു ബൾക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കും, എന്തായാലും ഇറക്കും. ഓക്കെ, ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് എന്തായാലും ഇറക്കും. അപ്പൊ അതിലെന്ത് ചെയ്യാം, ഈ കേരള വാട്ടർ അതോറിറ്റി പെടുന്നാണ് മനസ്സിലാക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് അതിൽ പെടാൻ സാധ്യതയുണ്ട് 2025 ഡിസംബറിലെ ഗസറ്റില്.
അതല്ല അതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷം 2026 ഫെബ്രുവരിക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളൂ. എന്റെ മനസ്സ് മോസ്റ്റ്ലി പറയുന്നത് 2025 ഡിസംബർ ആകുമ്പോഴത്തേക്ക് എന്താ ഈ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. 100% എന്ന് പറയാണ്ട് പലരും 95% എന്താ നോട്ടിഫിക്കേഷൻ 2025 ഡിസംബറിൽ വരും. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താ 2026 തന്നെ എക്സാം ഉണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് ഡിസ്കഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.